ഇത് നോമ്പിന്റെ മുന്നുള്ള ഒരു വീഡിയോ ആണ്. പച്ചക്കറി എപ്പോൾ അരിയാണെങ്കിലും പച്ചക്കറി കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ പകുതിയിലേറെ എന്റെ വയറ്റിലോട് പോയിട്ടുണ്ടാവും കേട്ടോ. കുക്കുംബർ ക്യാരറ്റ് ഒക്കെ ആണെങ്കിൽ പകുതി ഉപ്പേരിക്ക് ഉണ്ടാവും. പിന്നെ ഉപ്പേരി വെച്ച് കഴിക്കുന്നതിനേക്കാളും എനിക്ക് പച്ചക്കറി കഴിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. കുട്ടിയൊക്കെ കൊണ്ടുപോകാനാണ് ഇത് പെട്ടെന്ന് തന്നെ രാവിലെ അത് സെറ്റ് ആക്കുന്നത്. എണ്ണക്കടി ഒഴിവാക്കാൻ നിൽക്കുന്ന എനിക്കാണ് കേട്ടോ രാവിലെ തന്നെ പരിപ്പുവട കൊണ്ടുതന്നത്. എത്രയൊക്കെ ഡയറ്റാണ് ഒഴിവാക്കണമെന്ന് പറഞ്ഞാലും രാവിലെയാണോ വൈകിട്ടാണോ എന്നൊന്നുമില്ല, എപ്പോൾ കണ്ടാലും ഞാനത് കഴിക്കും. ഇന്ന് ചപ്പാത്തി പരിപാടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്ക് ചോറൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. കുക്കറിലാവുകൊണ്ട് ഇതാന്ന് പറയുമ്പോൾ ചോറൊക്കെ സെറ്റ് ആവും. അങ്ങനെ സ്കൂളിൽ ക്യാരറ്റ് ഉപ്പേരിയും ചെറുപയർ തോരനും കൂടാണ്. തോരനൊന്നും പറയാൻ പറ്റില്ല, ഞാനതേക്ക് തേക്ക തൊടിയിച്ചിട്ടില്ല. പിന്നെ അതാ കുറച്ച് ചിപ്സ് എടുത്തു വെക്കാൻ. സ്നാക്സ് ആയിട്ട് ഫാദിക്കുട്ടിക്ക് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത്. പക്ഷെ ഇതൊന്നും അവനക്ക് വലിയ ഇഷ്ടമല്ല. എനിക്ക് സ്നാക്സ് ബിസ്ക്കറ്റ് അല്ലെങ്കിൽ ലൈസ് കുറുക്കുറു ആ വക ഐറ്റംസ് ആണ് കേട്ടോ ഇഷ്ടം. പക്ഷെ ഞാൻ കൊടുക്കാറില്ല. ഉപ്പേരിയൊക്കെ ബന്ധോസാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വരുമ്പോഴും ഈ ഉപ്പേരി അതേപോലെ ആ പാത്രത്തിൽ ഉണ്ടാവും. ഉപ്പേരി എങ്ങനെയൊക്കെ നമ്മൾ എന്തൊക്കെ കാട്ടി കൊടുത്തു വിട്ടാലും കഴിക്കൂല. വല്ല കിഴങ്ങ് പൊരിച്ചതോ സോയ പൊരിച്ചതോ ഇതൊക്കെ ആണെങ്കിൽ ബെസ്റ്റ് ആണ്. അങ്ങനെ ഫാദിക്കുട്ടി കുളിക്കുന്ന ടൈമിൽ ഞാൻ ബാഗൊക്കെ സെറ്റാക്കി വെച്ചു. അവൻ വരുമ്പോഴേക്ക് ഇതൊക്കെ സെറ്റായി കാണട്ടോ, അല്ലെങ്കിൽ അവനക്ക് ഭയങ്കര തലവേദന. ഇത് മാത്രം ഞാൻ ശരിയാക്കിയാൽ മതി, ബാക്കി അവന്റെ കാര്യങ്ങളൊക്കെ അവൻ എന്നെ ഒറ്റയ്ക്ക് സ്വയം ചെയ്യാൻ തുടങ്ങിയത് ഞാൻ TTC പഠിക്കാൻ പോയ ആ ഒരു ടൈമിലാണ് ഇതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ തന്നെയാണ് ചെയ്തു കൊടുക്കുന്നത്. രാവിലെ കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഇനി അതിനെ കുറിച്ചിട്ടായിരിക്കും കേട്ടോ പരിപാടി. ഗുളികന്റെ എണ്ണ ദിവസം അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു തൊണ്ടവേദന മാറുന്നേ ഇല്ല. അങ്ങനെ അതാ എല്ലാവരും പറഞ്ഞു വിട്ടു. ഇനി ഇതിന്റെ അടുത്ത യുദ്ധങ്ങളാണ്, അതായത് അടുക്കള പരിപാടികളൊക്കെ കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ആണ്. രാവിലെ ഈ ഒരു സംഭവം ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്ക് വല്ലാതെ പോലെ. വൈകുന്നേരം ആണെങ്കിൽ ഇവർക്ക് നല്ല ഇഷ്ടമാണ്. അതായത് നമ്മുടെ ബെർമിസെല്ലാണ്. പിന്നെ വൈകുന്നേരത്തേക്ക് വേറെ കടിയും കാര്യങ്ങളൊന്നും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇത് മാത്രമേ രാത്രിയായപ്പോൾ ഇന്നൊന്ന് പുറത്ത് പോകണമെന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം ഞങ്ങൾക്ക് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ സാമയിലോട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം അവർക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കാനായിരുന്നു കേട്ടോ. സച്ചുക്കും ഫാദിക്കും ആൺകുട്ടികളുടെ ഡ്രസ്സ് എടുക്കാൻ പോയാലും എൻ്റെ കണ്ട് പെൺകുട്ടികളുടെ ഡ്രസ്സുമൊക്കെ ആണ് കേട്ടോ. കാരണം എനിക്ക് അത്ര ഇഷ്ടമാണ് കേട്ടോ ചെറിയ പെൺകുട്ടികളുടെ ഡ്രസ്സൊക്കെ കാണാം. അതുപോലെ തന്നെയാണ് ചെരുപ്പ്. പിന്നെ ഇപ്പോൾ കുട്ടികളില്ലാതെ നമ്മൾ എടുത്തിട്ട് കാര്യമില്ല. അങ്ങനെ അതൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് വീട്ടിലേക്ക് പോകണ്ട ഫുഡ് കഴിക്കാൻ പോകുക എന്നുള്ളതാണ്. അപ്പം ഇനി മന്തി ബിരിയാണി ഒന്നും വേണ്ട, ഇന്നും നമുക്ക് ദോശനെ കഴിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഉടുപ്പിയിലോട്ട് പോയത്. എവിടെയെങ്കിലൊക്കെ പോയി എന്തെങ്കിലും കഴിച്ചാലേ പിന്നെ ആ ഒരു സ്പോട്ട് തന്നെ ആയിരിക്കും നമ്മൾ സ്ഥിരം പിടിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് നമ്മൾ ദോശ കഴിച്ച് പോയത്. അപ്പോൾ ഇന്ന് പൂരിയും ദോശയും കൂടെ ആവാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കാമെന്ന് വിചാരിച്ചു. അവിടുത്തെ ഒരു പൂരി തന്നെ നമുക്ക് അത്യാവശ്യം ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട് കേട്ടോ. അങ്ങനെ നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഞാൻ നോമിന് മുന്നെടുത്തിട്ടുള്ള ഒരു വീഡിയോ. കുറച്ച് തിരക്കായി പോയിട്ട് എല്ലാം കൂടെ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം അങ്ങോട്ട് ഒന്നിച്ചോടെ അപ്ലോഡ് ചെയ്തു. വരുന്ന വഴിക്ക് കുറച്ച് മീൻ വാങ്ങിക്കാണ്ടായിരുന്നു. അങ്ങനെ അത് വാങ്ങിച്ചത് ആ വീട്ടിലെത്തി കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ എന്തൊക്കെ വാങ്ങിച്ചോ അതിന് ഓട്ടിയും തോളിയുണ്ടോ കാര്യങ്ങളുണ്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ ഇതൊക്കെയാണ് ഞാൻ നോക്കാറുള്ളത്. പിന്നെ ആർക്കാണോ വാങ്ങിച്ചിട്ടുള്ളത് അത് അവരെ കൊണ്ടൊന്ന് ഇടിക്കൂട്ടോ. ഞാൻ ഇത് എങ്ങനെയുണ്ട് എന്താണ് സംഭവം എന്നൊക്കെ കടയിൽ നിന്ന് നമ്മൾ ഇട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തൃപ്തി ആയിട്ടുണ്ടാവില്ല. വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ടൊന്ന് ഇടിച്ച് നോക്കും ഞാൻ. ഇപ്പം കിടക്കണം എന്നുണ്ടെങ്കിൽ ബെഡിലെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കണം. രാത്രിക്കുള്ളിൽ ഇത് മടക്കി തീരാനാണ് ഈ ഒരു ബെഡിൽ തന്നെ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് സുഖമായി ഒരു ഉറക്കം.